ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ട്രേഡും ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡും ഉണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ്മാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡ് തന്നെ 3 വിധത്തിലുള്ള ട്രേഡ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്നും സാധനങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നു വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റൊരു രാജ്യത്തിൽ നിന്നും നമ്മളെ രാജ്യത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വേറൊരു രാജ്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓക്സിലറീസ് ടു ട്രേഡ്? ട്രേഡിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. പൊതുവെ ഇതെന്തായിരിക്കും? സർവീസസ് ആയിരിക്കും അല്ലേ? എന്തൊക്കെ സർവീസസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇതൊക്കെ സർവീസസ് ആണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഈ ട്രേഡ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങല് വിൽക്കലും നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിന് പെട്ടെന്ന് പറ്റില്ലല്ലോ. അവിടെ കുറേ ഹിൻഡ്രൻസസ് ഉണ്ട്. എന്തൊക്കെ ഹിൻഡ്രൻസ് ഉള്ളത്? ഫസ്റ്റ് വരുന്നത് മൂവ്മെന്റ്. നമുക്ക് പ്ലേസ് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഒരു ഹിൻഡ്രൻസ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സാധനം എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ട് വേണം. അവിടെ എന്ത് ചെയ്യണം? ഈ സപ്ലയേഴ്സും അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യണം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എന്തുണ്ട്? നമുക്ക് ആവശ്യമാണ്. അതാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഫുള്ള് ക്യാരി ഓൺ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ക്യാഷ് കയ്യിൽ വേണം, ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. പിന്നെ എന്താ? ഇവിടെ ഒരുപാട് റിസ്കുകളുണ്ട് അല്ലേ? ലോസ് സംഭവിക്കാനായിട്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ തന്നെ ചിലപ്പോൾ ഫയർ വന്നിട്ട് ഫയറോ തെഫ്റ്റോ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആ നഷ്ടങ്ങൾ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ്. ഇതും നമുക്ക് ട്രേഡിനെ സഹായിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. പിന്നെ സ്റ്റോറേജ്, ടൈം എന്നുള്ള ഹിൻഡ്രൻസിനാണ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് എന്താണ്? നമുക്ക് എപ്പോഴാണ് സാധനം ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവുക ആ സമയത്ത് എന്ത് വേണം? നമുക്ക് ഈ സാധനങ്ങൾ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനാണ് എൻ്റെ വെയർ ഹൗസ്. നെക്സ്റ്റ് എന്താണ്? ഈ സാധനങ്ങൾ ആൾക്കാർക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസ് പ്രൊമോഷൻ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അതിനാണ് എന്ത്? അഡ്വർടൈസിങ് എന്നുള്ള ആസ്പെക്റ്റ്. സോ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കൊമേഴ്സ്. ഓക്കെ.